മൂന്നാമതായി ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, 4000 നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തപ്പോ അവരിൽ നിന്ന് കിട്ടിയ മൊഴിമുത്തുകളിൽ മൂന്നാമത്തേത്, മോനെ ജനങ്ങൾക്കിടയിലെ മറ്റൊരാളുടെ വീട്ടിലായിരിക്കുമ്പോ നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്കണേ, നിന്റെ കണ്ണ് നീ സൂക്ഷിക്കണേ, നീ വേറൊരാളുടെ വീട്ടിലാണ് എന്ന ബോധം നിനക്ക് വേണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു നമ്മളോട് ഉപദേശം പറയുകയാണ്. മാഷാ അല്ലാഹ്, എത്ര വലിയ ഉപദേശങ്ങളാണ്. അല്ലാഹുവേ, ഹറാമിനെ തൊട്ട് കാത്തു സൂക്ഷിക്കുന്ന കണ്ണുകളാക്കണേ അല്ലാ, അന്യ പെണ്ണിന്റെ നഗ്നത കാണുന്ന കണ്ണുകളാക്കല്ലേ അല്ലാ, അന്യ പുരുഷന്റെ നഗ്നത കണ്ട് ആസ്വദിക്കുന്ന കണ്ണുകളായി ഞങ്ങളെ കണ്ണുകളെ നീ മാറ്റല്ലേ അല്ലാ. സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ, സൂക്ഷിക്കണേ മോനെ മോളെ. രാത്രി കിടന്നുറങ്ങുമ്പോ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ആരുമില്ല എന്ന് ചിന്തിക്കല്ല. എല്ലാം കാണുന്ന നിയന്ത്രിക്കുന്ന രാജാതിരാജനായ റബ്ബിന്റെ കാഴ്ചയിലാണ് നമ്മള്, നിയന്ത്രണത്തിലാണ് നമ്മള് എന്ന ബോധം മറന്നു പോകല്ല. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അഞ്ചാമതായി പറയുകയാണ്, മോനെ ജനങ്ങൾക്കിടയിലായിരിക്കെ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ. ഗീബത്ത് പറയല്ല, നമീമത്ത് പറയല്ല. സുബ്ഹാനല്ലാഹ്, വലിയ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ അതാ ഖബറിന്റെ സമീപത്തു കൂടെ നടക്കുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. വേദനിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. 2 ഈത്തപ്പന മരത്തിന്റെ തലയും തൊന്നകന്നത് പച്ച തണ്ടുകൾ എടുത്തിട്ട് 2 ഖബറിന്റെ സമീപത്ത് നാട്ടുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, നബിയേ എന്താണ് നബിയേ തങ്ങൾ ചെയ്യുന്നത്? യാ റസൂൽ, യാ സ്വഹാബാ, ഈ സ്വഹാബത്ത് ഖബറിലെ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. സ്വഹാബ, എന്താണ് നബിയെ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം? ഒരാളെ മൂത്രമൊഴിച്ചിട്ട് നന്നായി മനോഹരിക്കുമായിരുന്നില്ല.